ഒരു കുഞ്ഞിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ OP മുറിയിൽ നിന്നും തന്നെ ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ ടോക്കൺ നമ്പർ ആവാറായോ സിസ്റ്ററെ? ഞാൻ OPയിൽ നിൽക്കുന്ന നഴ്സിനോട് ചോദിച്ചു. ഇല്ല, ഇനിയും 2 പേര് കൂടെ കഴിഞ്ഞാലേ അവരുടെ നമ്പറാകൂ, സിസ്റ്റർ മറുപടി പറഞ്ഞു. എന്നാൽ അവരോട് കുഞ്ഞിന് പാല് കൊടുത്തിട്ട് കൊണ്ടുവരാൻ പറയൂ, ഉറക്കെ കരയുന്നുണ്ട്, ഞാൻ പറഞ്ഞ് സിസ്റ്റർ പുറത്തുപോയി അവരോടത് പറഞ്ഞു. ഞാൻ രോഗികളെ നോക്കുന്നത് തുടർന്നു. അപ്പോഴും ആ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദം പുറത്ത് കേൾക്കാമായിരുന്നു. അതെന്നെ ബാധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സിസ്റ്ററെ നോക്കി. അവരെന്താണ് കുഞ്ഞിന് പാല് കൊടുക്കാതെ അവിടെ തന്നെ നിൽക്കുന്നത്? അവരോട് പറഞ്ഞില്ലേ എന്നായിരുന്നു ആ നോട്ടത്തിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞിരുന്നു, അത് മനസ്സിലാക്കിയിട്ടെന്ന വണ്ണം സിസ്റ്റർ പറഞ്ഞു. ശരി, എന്തായാലും അടുത്തതായിട്ട് അവരെ വിളിക്കി, കുട്ടിയെ വെറുതെ ഇനിയും കരയിക്കണ്ട, ഞാൻ പറഞ്ഞു. അങ്ങനെ അടുത്തതായി അവർ OPയിലേക്ക് വന്നു. ഒരു ചെറിയ കുഞ്ഞ്, 1-2 മാസം പ്രായം കാണും. 2 പ്രായമായ സ്ത്രീകളാണ് കുട്ടിയെ കൊണ്ടുവന്നിരുന്നത്. കുട്ടിയുടെ അമ്മമ്മയും അച്ചമ്മയുമാണെന്ന് തോന്നുന്നു. കുഞ്ഞപ്പോഴും ശക്തിയായ കരച്ചിൽ തന്നെയായിരുന്നു. കുഞ്ഞിന് പാല് കൊടുക്കാൻ ഞാൻ പറഞ്ഞല്ലേ, എന്തിനാ ഇങ്ങനെ കരയിക്കുന്നത്? ഞാൻ അവരോട് ചോദിച്ചു. അവരിരുവരും പരസ്പരം നോക്കി, ഒന്നും പറഞ്ഞില്ല. കുഞ്ഞിൻ്റെ അമ്മ വന്നിട്ടില്ലേ? ചിലപ്പോൾ അമ്മയില്ലാതെ കുഞ്ഞിനെ മാത്രമായി മറ്റു ബന്ധുക്കൾ കൊണ്ടുവരാറുണ്ട്. ചിലപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ അപ്പുറത്ത് OPയിൽ കയറിയതിരിക്കാവും. പഠനം, പരീക്ഷ, ജോലി, അനാരോഗ്യം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ അമ്മമാർ വരാതിരിക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആവുമെന്നാണ് ഞാൻ കരുതിയത്. അമ്മയില്ല സാറേ, കുഞ്ഞിനെ മടിയിലെടുത്തിരിക്കുന്ന സ്ത്രീ പറഞ്ഞു. എന്തുപറ്റി? ഞാൻ സ്വരം താഴ്ത്തി കഴിയുന്നത്ര മയത്തിൽ ചോദിച്ചു. അമ്മ മരിച്ചുപോയി സാറേ, 9-ാം മാസത്തിൽ. കോവിഡായിരുന്നു. പെട്ടെന്ന് സർജറി ചെയ്താണ് കുഞ്ഞിനെയെങ്കിലും പുറത്തെടുത്ത് രക്ഷിച്ചത്. അത് പറഞ്ഞപ്പോൾ അവരുടെ മുഖം വാടി, ശബ്ദം ആർദ്രമായി. കണ്ണുനീരിനെ പിടിച്ചു നിർത്താൻ അവർ കഴിവതും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന മറ്റേ സ്ത്രീയുടെ മുഖത്തും ദുഃഖം വ്യാപിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ആരും ഒന്നും മിണ്ടിയില്ല. ചില സന്ദർഭങ്ങൾ അങ്ങനെയാണ്. ഞാൻ തുടർന്നു. കുട്ടിയുടെ അസുഖ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. നിർത്താതെയുള്ള ഈ കരച്ചിലിടയ്ക്കിടെ ഉണ്ടാകുന്ന പ്രശ്നം, അതാണ് ഏറ്റവും വലിയൊരു കാരണം. അമ്മയില്ലാത്തതിനാൽ മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ലല്ലോ. അതിനാൽ പൊടിപ്പാലാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അത് കഴിക്കുന്ന, പ്രത്യേകിച്ച് അത് മാത്രം കഴിക്കുന്ന കുട്ടികൾക്ക് വയറുവേദന, ദഹനക്കേട് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതാണ് ഇവിടെയുണ്ടായത്. സാധാരണഗതിയിൽ ഇതിന് പരിഹാരമായി തൽക്കാലത്തേക്ക് കുറച്ച് മരുന്നുകൾ കൊടുക്കുകയും പിന്നെ പൊടിപ്പാൽ കൊടുക്കുന്നതിൻ്റെ അളവ് പരമാവധി കുറച്ച് കഴിയുമെങ്കിൽ അത് നിർത്തുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ അതിന് കഴിയില്ലല്ലോ. മുലപ്പാൽ കൊടുക്കാൻ ആ കുഞ്ഞിൻ്റെ അമ്മ ജീവനോടെ ഇല്ല. മറ്റാർക്കും മുലപ്പാൽ കൊടുക്കാൻ കഴിയുകയില്ലല്ലോ. ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിങ് പോലെയുള്ള നമ്മുടെ സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ കാര്യമായിട്ട് തുടങ്ങിയിട്ടില്ല. ഇതിന് ചെറിയ കുഞ്ഞിൻ്റെ കുറുക്ക് പോലെയുള്ള മറ്റു ഭക്ഷണങ്ങൾ കൊടുക്കാനും ആയിട്ടില്ല. അതിനാൽ തന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കാര്യങ്ങൾ വളരെ പരിമിതമാണ്. ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും കുഞ്ഞിൻ്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ ചില മരുന്നുകൾ കുറിച്ച് കൊടുക്കുകയും ചെയ്തു. ആ മുത്തശ്ശിമാരുടെ മുഖങ്ങളിൽ വിഷമവും നിസ്സഹായതയും പ്രകടമായിരുന്നു. ആ കുഞ്ഞിൻ്റെ ഓരോ കരച്ചിലും അവരുടെ മനസ്സിൽ അവരുടെ മരിച്ചുപോയ മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ വീണ്ടും വീണ്ടും ഉണർത്തുന്നുണ്ടാവും. മറക്കാൻ ശ്രമിക്കുന്നവ വീണ്ടും ഓർമ്മപ്പെടുത്തുമ്പോൾ അത് വേദനാജനകമാകും. ഉണങ്ങാൻ ബുദ്ധിമുട്ടുള്ള മുറിവുകളിൽ വീണ്ടും വീണ്ടും തൊട്ടു നോവിക്കുമ്പോൾ ഉള്ള വേദന. അവരാ കുഞ്ഞിനെ അവരുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് നന്നായി പരിപാലിക്കുന്നുണ്ട്. പക്ഷെ അമ്മയ്ക്ക് പൂർണ്ണമായും പകരമാവാൻ ആർക്കും കഴിയില്ലല്ലോ. ചില നഷ്ടങ്ങൾ നികത്തപ്പെടാനാവാത്തവയാണ്. ഈ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്താൽ നിറഞ്ഞതും അമൃതതുല്യവുമായ മാതൃസ്ഥൈന്യം നുകരാൻ കഴിയാതെ പോയ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ എൻ്റെ ഹൃദയത്തിലും വേദനയുണ്ടാക്കി. മരണശേഷം എന്തെന്ന് നമുക്കാർക്കും അറിയില്ല. ഏതെങ്കിലും ലോകത്തിരുന്ന ആ കുഞ്ഞിൻ്റെ അമ്മ ഈ കരച്ചിൽ കേൾക്കുന്നുണ്ടാവുമോ? അറിയില്ല. വീണ്ടും ഒരു പുതിയ കഥയുമായിട്ട് നമുക്ക് കാണാം.